ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. തവണയെങ്കിലും വീട്ടിൽ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് ആദ്യം അപ്പം റെഡിയാക്കാൻ 1 കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം 4 മണിക്കൂർ കുതിർത്തിയ ശേഷം ഒരു പാത്രത്തിലേക്ക് വെള്ളം വാരാൻ എടുത്തു മാറ്റി വെക്കാം. ഇനി നമുക്ക് ശർക്കര പാനി ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 800 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് മെൽറ്റാക്കിയെടുക്കാൻ 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ലോണം തിളച്ച് നല്ലതുപോലെ അലിഞ്ഞു വന്നാൽ മാത്രം മതി കേട്ടോ. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. മുഴുവനായിട്ട് അലിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി നമുക്ക് മാറ്റിവെക്കാം. ഇത് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ആദ്യം തന്നെ ഇത് അങ്ങ് മാറ്റിവെക്കാം. അപ്പം തയ്യാറാക്കാൻ നമുക്ക് തണുത്ത ശർക്കര പാനീയം ആണ് വേണ്ടത്. ഇനി നമുക്ക് ഊറ്റി വെച്ച അരി അരിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാൻ തേങ്ങാപ്പാലാണ് ഉപയോഗിച്ചത്. അതിന് ഒരു തേങ്ങയുടെ പാൽ മുഴുവൻ എടുത്തിട്ടുണ്ട്. മുഴുവൻ അരിയും അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 5 ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. എൻ്റെ കയ്യിൽ ഏലക്ക ഇല്ലാത്തത് കൊണ്ട് പഞ്ചസാരയുടെ കൂടെ പൊടിച്ചാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം. തണുത്ത ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ഗ്ലാസ് വെള്ളത്തിലാണ് ശർക്കര ഉരുക്കിയത്. ഉരുക്കി കഴിഞ്ഞപ്പോൾ 2 കപ്പ് ശർക്കര പാനി ഉണ്ടായിരുന്നു. അതാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കൂടുതൽ കട്ടിയും കൂടുതൽ ലൂസുമാവാതെ തയ്യാറാക്കി എടുക്കാം. ശർക്കര പാനി മാത്രമേ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. എക്സ്ട്രാ വെള്ളമൊന്നും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടില്ല. ശർക്കര പാനി കറക്റ്റ് അളവായിരുന്നു. എന്നിട്ട് നമുക്ക് ഒരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം അടുപ്പിൽ വെച്ച് നല്ലതുപോലെ വെട്ടി തിളയ്ക്കുമ്പോൾ അതിലേക്ക് അപ്പം ചുട്ടെടുക്കാനുള്ള കിണ്ണം ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് തടവി കൊടുക്കാം. കിണ്ണം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് റെഡിയാക്കി വെച്ച മിക്സ് ഗ്യാസ് ഓണാക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുറുക്കിയെടുക്കാൻ. കൈ വിടാതെ ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കുന്നതാണ്. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കുറുക്കി വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ആയി വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അപ്പത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി കുറച്ച് തേങ്ങാക്കൊത്ത് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുത്ത് നമുക്ക് അതിൽ നിന്നും മാറ്റിയെടുക്കാം. കുറുക്കി വന്ന മിക്സ് നമുക്ക് കിണ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റിവെച്ച തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് 2 മണിക്കൂർ നല്ല തീ കെടാതെ വേവിച്ചെടുക്കാം. മൊത്തം വേവാൻ ഒരു 6 മണിക്കൂർ വേണ്ടി വരും. അല്ലാതെ നോക്കണേ. മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അപ്പം നല്ലതുപോലെ വെന്ത് കിണ്ണത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം. നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായ അപ്പമാണ് ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. എണ്ണയൊന്നും ഒഴിക്കാത്ത അപ്പമായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ.